എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വർഷം നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വേർഡ് വിച്ച് ഡസ് നോട്ട് ബിലോങ് വിത്ത് അതേഴ്സ്. അപ്പം 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്രോം, ഫയർബോക്സ് എന്നാണ്, ഗൂഗിൾ, ഒപ്പാര. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട് ഏത്? ഈ 4 എണ്ണത്തില് 3 എണ്ണം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. അതിൽ ഒരെണ്ണം മാത്രം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. അത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പൊ ഇതിനകത്ത് ഗൂഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാ. ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. അപ്പൊ നമ്മള് അതാ ബാക്കി ക്രോമും ഫയർബോക്സും ഒപ്പാര എല്ലാം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഗൂഗിൾ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാ കാരണം? ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ആണ്. ബാക്കി 3ഉം എന്തല്ല, ഒരു സെർച്ച് എഞ്ചിൻ അല്ല. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് ഗൂഗിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് 2 numbers ഈസ് 1444 and their difference is 156, then which number is greater? ഇപ്പൊ ഇവിടെ 2 നമ്പേഴ്സിന്റെ സമ്മ് തന്നിട്ടുണ്ട്, തുക തന്നിട്ടുണ്ട് 1444 എന്ന്. അതുപോലെ അതിന്റെ വ്യത്യാസം 156 എന്നും തന്നിട്ടുണ്ട്. എന്നാൽ തന്നിരിക്കുന്നതിൽ ഏത് നമ്പറാണ് വലുത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ പല രീതിയിൽ ചെയ്യും അല്ലെ. നമ്മുടെ കയ്യിൽ 2 നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിന് നമ്മൾ എക്സ് എന്നും വൈ എന്നും കൺസിഡർ ചെയ്യും. അതിനുശേഷം എക്സും വൈയും സെപ്പറേറ്റ് നമ്പേഴ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. അതായത് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ 2 നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എക്സും വൈയും ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നിരിക്കട്ടെ. നമ്മുടെ കയ്യിൽ 2 നമ്പേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ നമ്പർ എന്ന് പറയുന്നത് എക്സ്, രണ്ടാമത്തെ നമ്പർ വൈ. ഈ 2 നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1444 ആണ് എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇഫ് ദ സം ഓഫ് 2 numbers ഈസ് 1444. അപ്പൊ നമുക്ക് എടുത്തിരിക്കുന്ന നമ്പേഴ്സ് എക്സും വൈയും ആണെങ്കിൽ ഈ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1444 കിട്ടും. ഇതല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്താ അവർ പറഞ്ഞേക്കുന്നത്? ആൻഡ് ദർ ഡിഫറൻസ് ഈസ് 156. ഈ സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ, അതിന്റെ ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് 156 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടായോ? ഈ 2 നമ്പറുകൾ തമ്മിൽ ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 156 ആണ്. എന്നാല് ഇതില് ഏറ്റവും വലിയ നമ്പർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്താല് എക്സും വൈയും ഏതാണെന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാകും. തങ്ങളില് വലിയ നമ്പർ ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഇത് ഇക്വേറ്റ് ചെയ്യുന്നത്? പ്ലസ് എക്സും പ്ലസ് വൈയും മൈനസ് വൈയും തമ്മിൽ നമുക്ക് ക്യാൻസൽ ആക്കാം അല്ലെ. പ്ലസ് വൈയും മൈനസ് വൈയും തമ്മിൽ ക്യാൻസൽ ആക്കും. എങ്ങനെയാണ്? ഡിഫറെന്റ് സൈൻ ആണ്, സെയിം ലെറ്റേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ ക്യാൻസൽ ആക്കി കളഞ്ഞു. ഇനി എക്സും എക്സും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2x എന്നാണ്. അപ്പൊ 2x ഈക്വൽ ടു, അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? 1444ഉം 156ഉം തമ്മിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 5 4 9 1 10, 4 1 5, 5 1 6. എത്ര കിട്ടി? 1600 കിട്ടി. ഇപ്പൊ 2x എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 1600 എന്ന് കിട്ടി. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? എക്സ് ഈക്വൽ ടു 1600നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര വന്നു? 800 എന്ന് കിട്ടി. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് എങ്ങനെ കിട്ടിയേക്കുന്നത്? 800 എന്ന് കിട്ടിയേക്കുന്നത്. അപ്പൊ അതില് ഒരു നമ്പർ അല്ലേ ആയുള്ളൂ. 2 നമ്പർ ഉണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നമ്പർ അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? y എത്രയാണ് എന്നുകൂടി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം.
ഇനി എക്സ് മൈനസ് വൈ ഇസ് ഇക്വൽ ടു 156. ഒന്നുകിൽ അതിനകത്ത് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 1444. ഇതിനകത്ത് എക്സിന്റെ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ആദ്യം കിടക്കുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 1444 ആയതുകൊണ്ട് അതിനെ ഇങ്ങ് എടുക്കുന്നു. അപ്പൊ നമുക്ക് എക്സ് കിടക്കുന്ന സ്ഥാനത്ത് എക്സിന്റെ വാല്യൂ ആയിട്ടുള്ള 800 ഇട്ടുകൊടുക്കാം. പ്ലസ് y നമുക്കറിയത്തില്ല, y ഇസിക്കൽ ടു 1444. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ y ഇസിക്കൽ ടു എങ്ങനെയാണ്? ഈ 1444 മൈനസ് എത്ര കിട്ടും? 800. എങ്ങനെയാണ്? ഇവിടെ 800 ആഡ് ചെയ്തേക്കാണ്. റൈറ്റ് സൈഡിൽ പോകുമ്പോൾ അതെന്താകും? മൈനസ് ചെയ്യണം. 1444 മൈനസ് എത്രയാണ്? 800 ചെയ്ത് നോക്കാം. നമുക്ക് 4, ഇവിടെ 4, അടുത്ത എന്ത് ചെയ്യണം? 14 നിന്ന് 8 കുറയ്ക്കണം. എത്ര കിട്ടും? 6 കിട്ടും അല്ലെ. 8 6 അല്ലേ 14, 644 എന്ന് കിട്ടും. ഇനി എന്ത് നോക്കണം? രണ്ട് സംഖ്യകള് നമ്മുടെ കയ്യിലുണ്ട്. ഏതൊക്കെയാണ്? 800ഉം 644. അപ്പൊ ഇതിനകത്ത് തങ്ങളിൽ വലിയ നമ്പർ ഏതാ? 800 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് നമുക്ക് ഏത് പറയാം? 800 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാൽ ഇതിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. എങ്ങനെയാന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മുടെ കയ്യില് എന്തൊക്കെയുണ്ട്? 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. 2 നമ്പേഴ്സ് അല്ല, 2 വാല്യൂസ് ഉണ്ട്. 2 സംഖ്യകളുടെ തുകയുമുണ്ട്, 2 സംഖ്യകളുടെ വ്യത്യാസവുമുണ്ട്. 2 സംഖ്യകളുടെ തുകയുമുണ്ട്, 2 സംഖ്യകളുടെ വ്യത്യാസവും നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വലിയ നമ്പറും ചെറിയ നമ്പറും കണ്ടുപിടിക്കാം ഈസി ആയിട്ട്. എങ്ങനെയാന്ന് ചോദിച്ചാല്, 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നാല് വലിയ സംഖ്യ എന്ന് പറയുന്നത് തുക പ്ലസ് വ്യത്യാസം, തുക പ്ലസ് വ്യത്യാസം ബൈ 2 ചെയ്ത് നോക്കിയാൽ മതി. 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നിട്ട് വലിയ സംഖ്യ കാണാൻ പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്ത് തന്നാൽ മതി? തുക പ്ലസ് വ്യത്യാസം ബൈ 2 ഓർത്തു വെച്ചാൽ മതി. പെട്ടെന്ന് ആൻസർ ആകും. ഇവിടെ തുകയെന്ന് പറയുന്നത് എത്രയാണ്? തുകയെന്ന് പറയുന്നത് ഞാൻ മുകളിലോട്ട് എഴുതുവാണ്. തുകയെന്ന് പറയുന്നത് 1444ഉം വ്യത്യാസം എന്ന് പറയുന്നത് 156ഉമാണ്. ഇത് തങ്ങളിൽ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാല് നമ്മുടെ ആൻസർ കിട്ടും. അതായത് 800 നമുക്ക് കിട്ടും. അതാണ് വലിയ സംഖ്യ കാണാനായിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ സംഖ്യ ആകുമ്പോഴോ തുക മൈനസ് വ്യത്യാസം ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെറിയ നമ്പറും കിട്ടും. അപ്പൊ ഒന്നുകിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഇതുപോലാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്താൽ കിട്ടുന്നത്. അതല്ല ഷോർട്ടായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? വലിയ സംഖ്യ കാണാൻ തുക പ്ലസ് വ്യത്യാസം ബൈ 2ഉം ചെറിയ സംഖ്യ കാണാൻ തുക മൈനസ് വ്യത്യാസം ബൈ 2ഉം ചെയ്താൽ മതി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. 1444 പ്ലസ് 156 ആഡ് ചെയ്ത് നോക്കാം. 6 പ്ലസ് 4 എത്രയാണ്? 10. റിമൈൻഡർ വന്നു. 5ഉം 4ഉം 9, 9 1ഉം 10. റിമൈൻഡർ വന്നു. വീണ്ടും 4ഉം 2ഉം 6, 1600 വന്നല്ലേ. 1600 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കിയാല് നമുക്ക് എത്ര കിട്ടുന്നത്? 800 ആണ് കിട്ടുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പൊ എന്തേ ഉള്ളൂ? ഈ ഒരു കാര്യം ഓർത്തു വെച്ചേക്കുക. അതായത് 2 സംഖ്യകളുടെ തുകയും വ്യത്യാസവും തന്നാല് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? വലിയ സംഖ്യയും കണ്ടുപിടിക്കാം, ചെറിയ സംഖ്യയും കണ്ടുപിടിക്കാം. വലിയ സംഖ്യയാണ് കാണേണ്ടതെങ്കിൽ തുക പ്ലസ് വ്യത്യാസം ബൈ 2 ചെയ്താൽ മതി. ചെറിയ സംഖ്യ കാണണമെങ്കിൽ തുക മൈനസ് വ്യത്യാസം ബൈ 2 ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. രവി travels 20 meters east from a place, then turns left and travels 15 meters, then turns right and travels 10 meters, and turns right again and travels 15 meters. But how far is Ravi from where he started his journey? അപ്പം ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്തത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? രവി ട്രാവൽസ് 20 meters ഈസ്റ്റ് ഫ്രം എ പ്ലേസ്. രവി
ഒരു സ്ഥലത്തു നിന്ന് ഈസ്റ്റിലേക്ക് ഒരു 20 മീറ്റർ യാത്ര ചെയ്തു. then turns left, അവിടെ നിന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് ഒരു 15 മീറ്റർ യാത്ര ചെയ്തു. then turns right, പിന്നീട് എന്ത് ചെയ്തു? റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ഒരു 10 മീറ്ററും യാത്ര ചെയ്തു. and turns right again, വീണ്ടും എന്ത് ചെയ്തു? ഒരു 10 മീറ്റർ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് യാത്ര ചെയ്തു. and turns right again and travels 15 മീറ്റർ, 10 മീറ്റർ അല്ല 15 മീറ്റർ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് യാത്ര ചെയ്തു. but how far is രവി from where he started his journey? എന്നാൽ രവി തുടങ്ങിയ സ്ഥലത്തു നിന്ന് ഇപ്പോൾ എത്ര അകലത്തിലാണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഡയറക്ഷൻ ഒന്ന് വരച്ചു നോക്കണം അല്ലേ. അപ്പൊ ഇവിടെ ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഇതാണ് നമ്മുടെ 4 ഡയറക്ഷൻ. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. രവി ഒരു സ്ഥലത്തു നിന്ന് അവന്റെ യാത്ര തുടങ്ങുകയാണ്. ഇതല്ലേ അവന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്നിട്ട് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നേ? രവി ട്രാവൽസ് 20 meters east from a place, ഒരു സ്ഥലത്തു നിന്ന് 20 മീറ്റർ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ ഇതാണ് രവിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് 20 മീറ്റർ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തു. ഒന്നുകൂടി വരയ്ക്കാം. ഇവിടെ നിന്ന് 20 മീറ്റർ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തു. then turns left, ഇപ്പോൾ രവി എവിടെ നിൽക്കുകയാണ്? ഈ പൊസിഷനിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഡയറക്ഷനിൽ നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ചോദിച്ചാല് ലെഫ്റ്റ് എപ്പോഴും എതിർ ഘടികാര ദിശയും റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും ഘടികാര ദിശയിലുമാണ് അടയാളപ്പെടുത്തേണ്ടുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഏതാണെന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിയാലും മതി. അതല്ലെങ്കിൽ എളുപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? എപ്പോഴും ക്ലോക്ക് തിരിയുന്ന ദിശ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും ഏതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് എന്നും പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ പൊസിഷന്റെ ലെഫ്റ്റ് സൈഡ് ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ ഇതിന്റെ ഈ പോയിന്റിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ക്ലോക്ക് തിരിയുന്നതിന് എതിർ ദിശ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത് ആണല്ലോ. അപ്പൊ നമുക്ക് വരയ്ക്കേണ്ടുന്നത് എങ്ങോട്ടാണ്? മുകളിലേക്കാ വരയ്ക്കേണ്ടുന്നത് അല്ലേ. അപ്പൊ ഈ സൈഡിലോട്ട് എത്ര മീറ്റർ ആണ് രവി യാത്ര ചെയ്തതെന്ന് പറയുന്നു? ഒരു 15 മീറ്റർ യാത്ര ചെയ്തു. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? then turns right, 15 മീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന രവി എന്ത് ചെയ്തു? ഇനി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു. റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലാലോചിക്കണം റൈറ്റ് എങ്ങോട്ട് നമ്മൾ വരയ്ക്കണം. ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡ്, ഈ പോയിന്റ് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും അല്ലെ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കണം എന്നുള്ളത് കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ പോയിന്റിൽ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നാല് നമ്മുടെ റൈറ്റ് സൈഡ് ഏതാന്ന് നോക്കിയാൽ മതി. then turns right and travels 10 meters, ഒരു 10 മീറ്റർ യാത്ര ചെയ്തു. ഇനി എന്താ പറഞ്ഞേക്കുന്നേ? and turns right again, വീണ്ടും എങ്ങോട്ടേക്ക് തിരിഞ്ഞു? റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു എന്നാ പറയുന്നത്. എന്നിട്ട് എത്ര മീറ്റർ യാത്ര ചെയ്തു? 15 മീറ്റർ യാത്ര ചെയ്തു. then turns right again and travels 15 meters എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡ് ഏതാണ് അതാ നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പം ക്ലോക്ക് തിരിയുന്ന ദിശ നമ്മൾ നോക്കണം, താഴേക്ക് അല്ലേ. അപ്പൊ നമുക്ക് വരയ്ക്കേണ്ടുന്നത് താഴേക്ക് വരയ്ക്കണം. അങ്ങോട്ടേക്ക് എത്ര മീറ്റർ യാത്ര ചെയ്തു? 15 മീറ്റർ യാത്ര ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ലാസ്റ്റ് പാർട്ട് അല്ലേ. രവി സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തു നിന്ന് ഇപ്പോൾ എത്ര ദൂരത്തിലാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഏതാണ്? ഇതാണ്. ഇപ്പോൾ നിൽക്കുന്ന പോയിന്റ് ഏതാണ്? ഇതാണ്. ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്ന് മനസ്സിലായി കാണുമല്ലോ. കാരണം ഇതും 15 ആണ്,
ഇതും 15 അതുകൊണ്ട് ഇത് ഈക്വൽ ആയിട്ടേ വരയ്ക്കാവൂ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ എത്രയുണ്ട്? ഒരു 20 മീറ്റർ ഉണ്ട്. ഇനി ഈ ഡിസ്റ്റൻസും കൂടി പോരെ. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? മുകളിൽ 10 ആയതുകൊണ്ട് ഇവിടുത്തെ ഡിസ്റ്റൻസും എത്രയാ വരുന്നത്? 10 ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 + 10 30 മീറ്റർ എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 30 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If 2 is equal to 0, 3 is equal to 4, 4 is equal to 6, 5 is equal to 9, then 7 is equal to എത്രയാണെന്ന്. അപ്പൊ 2 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് 0 ആണ്, 3ക്ക് 3 ആണ്, 4ന് 6 ആണ്, 5ന് 9 ആണ്. എങ്കിൽ 7 എത്രയാണ് ആൻസർ ആയിട്ട് വരുന്നത്? നമുക്കൊന്ന് എഴുതി നോക്കാം. 2ന് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 0. 2 എന്ന് പറയുന്നത് 2ന് 0 എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലെ. അടുത്തത് 3 ആണ്. 3ക്ക് എത്രയാ കൊടുത്തേക്കുന്നത്? 3 തന്നെ കൊടുത്തേക്കുന്നു. നെക്സ്റ്റ് 4ന് 6 ആണ് കൊടുത്തേക്കുന്നത്. 5 9 കൊടുത്തേക്കുന്നു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടുന്നത്? എങ്കിൽ 7 കറസ്പോണ്ടിങ് വരുന്ന നമ്പർ എത്രയാണ് എന്നാ ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കൊരു പാറ്റേൺ കിട്ടും. ഈ ഒരു ഡേറ്റയിൽ നിന്ന്, തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്കൊരു പാറ്റേൺ കിട്ടുന്നുണ്ട്. അതായത് 2 3 4 5 പിന്നെ അടുത്ത് ഏത് പോയേക്കാണ്? 7 പോയേക്കുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതി പോയിരുന്നെങ്കിൽ 2 3 4 5 അടുത്ത് ഇവിടെ ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഓർഡർ കിട്ടിയേനെ. അപ്പൊ നമ്മൾ ചുമ്മാ ഒന്ന് എഴുതി നോക്കി, 6 അവിടെ ആഡ് ചെയ്ത് നോക്കി. ഇനി താഴെ നോക്കുമ്പോഴോ 0 3 6 9. ഇപ്പൊ 6ന് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് വേണ്ടുന്നത് ഏതാണ്? 7 ആണ് വേണ്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ പോകുന്നത്? 3 6 9 ഇത് കാണുമ്പോഴേ നമുക്കറിയാം ഇത് 3ന്റെ ടേബിൾ ആണ് പോയേക്കുന്നത് അല്ലെ. 3 6 9 അടുത്ത എത്ര വരും? 12 വരത്തില്ലേ? അടുത്ത എത്ര വരും? 15 വരും അല്ലെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ് നമുക്കിവിടെ മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുന്നത് എന്ന് കിട്ടിയാൽ പെട്ടെന്ന് ടേബിൾ ചെയ്ത് ചെല്ലി നോക്കിയാൽ പോലെ 1 3 3 2 3 6 3 3 9 4 3 12 5 3 15 ഇത്രയും കാര്യമേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനേ. അപ്പൊ നമുക്ക് ആൻസർ ഏത് വരും? 7 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 15 ആണ് എന്ന് മനസ്സിലാകും. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 15 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഇടയ്ക്ക് ഒരു നമ്പർ എന്ത് ചെയ്തേക്കാണ്? സ്കിപ്പ് ചെയ്തേക്കാണ് അല്ലെ. അത് നമ്മൾ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ബാക്കി പാറ്റേൺ ഫില്ല് ചെയ്ത് പോയിക്കൂടെ? അങ്ങനെ നമുക്ക് സൊല്യൂഷനിൽ എത്തിച്ചേരാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which one of the following fraction is the largest? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാണ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഫ്രാക്ഷൻ വലുത് കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളും നമുക്കുണ്ട്, പല മെത്തേഡുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സാധാരണ ചെയ്യുന്നവര് 10 ഡിവൈഡഡ് ബൈ 11 ചെയ്ത് നോക്കി. അപ്പൊ അതിന്റെ ഒരു ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ പോയിന്റ് സംതിങ് വരും. അടുത്ത 14നെ 15 കൊണ്ട് ഹരിച്ചു നോക്കും, അത് 0 പോയിന്റ് വരും. 12നെ 13 കൊണ്ട് ഹരിച്ചു നോക്കാം, 13നെ 14 കൊണ്ട് ഹരിച്ചു നോക്കി ആൻസർ എഴുതുന്നവരുണ്ട്. ഇനി ചിലരെന്ത് ചെയ്യും? 10ന് പകരം ഒരു 0 കൂടി ഇട്ട് കൊടുത്ത്, കാരണം ഇത് എങ്ങനെ കിടക്കുവാണ്? അംശം ചെറുതും ഛേദം വലുതുമാണ്. അപ്പൊ ഇത് ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ഇതിനെ അങ്ങ് വലുതാക്കും. 100/11 ചെയ്യും. 140/15 120/13 130 ഡിവൈഡഡ് ബൈ 14 ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഫ്രാക്ഷൻ വലുതും ചെറുതും കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് 9 ഇങ്ങനെ ഇട്ട് ചെയ്യുവാണെങ്കിൽ 9 പോയിന്റ് എന്നും, അതല്ല 10/11 14/15 എന്ന് ചെയ്യുവാണെങ്കിൽ എല്ലാം 0.99 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ നമുക്ക് കുറെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിട്ട് വരത്തില്ലേ, ഒത്തിരി സമയം നമ്മുടെ പോകും അല്ലെ. അതുകൊണ്ട് ഈ മെത്തേഡിനേക്കാളും എളുപ്പം, അതായത് ഡിവൈഡ് ചെയ്ത് നോക്കുന്നതിനേക്കാളും എളുപ്പം ഈ ഫ്രാക്ഷനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. മിക്കവാറും ഫ്രാക്ഷൻസ് തരുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ചിലതിനൊക്കെ ചില പ്രത്യേകതകൾ കാണാം. അപ്പൊ ഈ തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ പ്രത്യേകത എന്താന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് 10/11, അടുത്തത് ഏതാ? 14/15, അടുത്തത് 12/13, നെക്സ്റ്റോ 13/14.
നമ്മൾ നോക്കി എങ്ങനെയുള്ള എന്ത് പ്രത്യേകതയാണ് ഈ ഫ്രാക്ഷൻ ഉള്ളത്. അപ്പൊ എല്ലാം അംശം ചെറുതും ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ഫ്രാക്ഷൻ ആണ് അല്ലേ. അതിന് നമ്മൾ എന്ത് പറയും? സാധാരണ ഭിന്നം അങ്ങനെയല്ലേ എഴുതുന്നത്? സാധാരണ ഭിന്നം അതായത് പ്രോപ്പർ ഫ്രാക്ഷൻ ഇങ്ങനെയല്ലേ എഴുതുന്നത്? അംശം ചെറുതും ഛേദം വലുതും. ഇനി ഈ തന്നിരിക്കുന്ന അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിക്കേ. 10ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 14ഉം 15ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 12ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 13ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസവും 1 ആണ്. അപ്പം ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഭിന്നസംഖ്യകളുടെ അംശവും ഛേദവും തമ്മിൽ 1ന്റെ വ്യത്യാസമാണുള്ളത്. അപ്പൊ ഒരേ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് പോയേക്കുന്ന. അപ്പൊ ഇവിടെ നിന്ന് ഓർത്തു വെക്കണം, ഇങ്ങനെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം സെയിം ആയി വരുന്ന ഫ്രാക്ഷൻ ആണ് നമുക്ക് വലിയ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് തരുന്നതെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഛേദമുള്ളതാണ് ഏതെന്ന് പറയുന്നത്? വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനില് വലിയ ഛേദമുള്ളത് ഏതാണോ അതിനെ എന്തായിട്ട് എടുക്കാം? വലിയ ഭിന്നസംഖ്യയായിട്ട് എടുക്കാം. ഏതെങ്കിലും ഒരു രീതി പഠിച്ചു വെച്ചേക്കോ. അംശത്തിന്റെ കേസ് വെച്ച് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്ത് ഓർത്ത് വെച്ചേക്കോ? ഇത്രയും കാര്യം മനസ്സിലിരിക്കുക. നമുക്കൊരു ഫ്രാക്ഷൻ തരുക എന്ന് വിചാരിക്കാം. നമ്മളടുത്ത് ചോദിക്കുകയാണ് ഇതിൽ വലിയ ഭിന്നമേത്, ചെറിയ ഭിന്നമേത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ ഫ്രാക്ഷനെ ഒന്ന് നോക്കണം. നമുക്ക് ചെയ്യാനായിട്ട് കുറെ സമയമൊക്കെ എടുക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം അതിനകത്ത് കാണും. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഈ ഫ്രാക്ഷന്റെ എല്ലാം അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. 4 ഭിന്നത്തിന്റെയും ഈ പറയുന്ന ഡിഫറൻസ് 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് വലിയ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാന് വലിയ ഛേദമുള്ളതിനെ വലിയ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പം എന്ത് പറയണം? ചെറിയ ഛേദമുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ചെറിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഏതായിട്ട് വരും? ബി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 14/15. അടുത്ത ക്വസ്റ്റ്യൻ. Hari drives his car at a speed of 54 km/h for 20 minutes. Then how much distance did he travel? Question ഇതാണ്. Hari drives his car at a speed of 54 km/h. ഹരി അവന്റെ കാർ ഓടിച്ചു പോവുകയാണ്. ഏത് സ്പീഡിലാണ്? 54 km/h ഹരി കാറ് ഓടിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു? 20 മിനിറ്റ് എടുത്തു. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? Then how much distance did he travel? അവൻ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് 20 മിനിറ്റ് കൊണ്ട് 54 km/h സ്പീഡില് ഹരി സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണ് എന്നാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധാരണ കുറച്ച് ഇക്വേഷൻസ് നമുക്ക് ഓർത്തിരിക്കണമല്ലോ. ഏത് ഇക്വേഷൻസ് ആണ്? ഡിസ്റ്റൻസും ടൈമും സ്പീഡും ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ഓർത്തിരിക്കണം അല്ലേ. അപ്പൊ നമ്മൾക്ക് ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് ഇസിക്കൽ ടു ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ഇസിക്കൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഇനി ടൈം കാണാൻ നമ്മളോട് ചോദിച്ചാലോ? ടൈം ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇങ്ങനെ നോക്കിയാൽ മതി. ടൈം ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇനി നമ്മുടെ എന്ത് ചോദിക്കാം? സ്പീഡ് കാണാൻ ചോദിക്കാം. സ്പീഡ് ഇസിക്കൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ഇത് സ്പീഡ് ഇസിക്കൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. അപ്പൊ ഈ ഒരു ട്രയാങ്കിൾ അങ്ങ് പഠിച്ചു വെച്ചേക്കാമെങ്കിൽ ഈ 3 ഇക്വേഷനും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്തൊന്നും എന്തൊക്കെയാണോ വേണ്ടുന്നത് അതെല്ലാം നമുക്ക് ഈ പറയുന്ന ഡേറ്റയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രെയിന് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് തരുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവരെന്തൊക്കെ ഡേറ്റ പറഞ്ഞിട്ടുണ്ടോ അതിന്റെ യൂണിറ്റ് സഹിതം നമ്മൾ എടുത്തെഴുതണം. അപ്പൊ ഇവിടെ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ അതുപോലെ അങ്ങ് മെൻഷൻ ചെയ്യാണ്. സ്പീഡ് ഇസിക്കൽ ടു 54 km/h. അപ്പൊ ഇവിടെ
യൂണിറ്റ് ഉറപ്പായിട്ടും എടുത്തെഴുതണം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, സ്പീഡ് നമ്മൾ എഴുതി. അതിനുശേഷം എന്ത് തന്നിട്ടുണ്ട്? സമയം തന്നിട്ടുണ്ട് അല്ലേ? സമയം തന്നിട്ടുണ്ട്. ടൈം ഈക്വൽ ടു 20. ആ പറഞ്ഞേക്കുന്ന സമയം അതുപോലെ എടുത്തെഴുതണം. 20 മിനിറ്റ് എന്നാണ് തന്നേക്കുന്നത്. ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ ഏതാ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പൊ നമ്മള് സ്പീഡ് ഇൻറ്റു ടൈം രണ്ട് ഡേറ്റയും നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കിക്കേ. സ്പീഡ് ഉണ്ട് അല്ലേ? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് എന്ത് മതി നമുക്ക്? സ്പീഡും ടൈമും മാത്രം മതി. ഇത് രണ്ടും നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ട്. 54 ഉണ്ട്, 20 ഉണ്ട്. ഇനി വേണം ശ്രദ്ധിക്കാനായിട്ട്. അപ്പൊ എപ്പോഴും നമ്മൾ യൂണിറ്റുകൾ പറയുമ്പോൾ ഒന്നുകിൽ നമ്മൾ കിലോമീറ്റർ പെർ അവറിലും അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്, ഈ യൂണിറ്റുകളാണ് നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ട്രെയിൻ ആയാലും നമ്മൾ എന്താണ് നോർമലി ഉപയോഗിക്കുന്ന രണ്ട് ഇക്വേഷൻ ആണ് ഏത്? ഇക്വേഷൻ അല്ല, യൂണിറ്റ് ആണ് ഏത്? കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും. അപ്പം വലിയ യൂണിറ്റും ചെറിയ യൂണിറ്റും ഇത് തങ്ങളിലെ മാച്ചാവത്തോളൂ അല്ലേ? പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം, മിനിറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും തരുന്നത്. കാരണം മിനിറ്റിനെ കാണുന്ന ഉടനെ നമ്മൾ എന്ത് മനസ്സിലങ്ങ് വിചാരിക്കും? അത് ചെറിയ യൂണിറ്റ് ആണ്, അത് സെക്കൻഡ് ആണെന്ന് മനസ്സിലങ്ങ് വിചാരിച്ചങ്ങ് ചെയ്തു പോകും. അതുകൊണ്ട് എപ്പോഴും മിനിറ്റിനെ കണ്ടാൽ ഒന്ന് പതുക്കെ ശ്രദ്ധിച്ചോണം, അത് നമ്മളെ തെറ്റിക്കാൻ തന്നേക്കുവാണ്. മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യത്തില്ലല്ലോ. നമുക്ക് കിലോമീറ്റർ പെർ അവറും മീറ്റർ പെർ സെക്കൻഡും അല്ലെങ്കിൽ അവറിലും സെക്കൻഡിലുമാണ് ഏത് സമയം പറയുന്നത്. അതുപോലെ ഡിസ്റ്റൻസ് പറയുന്നത് കിലോമീറ്ററിലും മീറ്ററിലുമാണ് എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് ഓപ്ഷൻ നോക്കിയപ്പോൾ 27 കിലോമീറ്റർ, 18 കിലോമീറ്റർ, 24 കിലോമീറ്റർ, 20 കിലോമീറ്റർ, ഇങ്ങനെ കിലോമീറ്ററിലാണ് ഓപ്ഷൻ തന്നേക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് കിട്ടേണ്ടുന്ന ആൻസർ എന്ന് പറയുന്നതും ഏത് യൂണിറ്റിലായിരിക്കണം? കിലോമീറ്ററിലായിരിക്കണം. കിലോമീറ്ററിലായിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഏതിലായിരിക്കണം? വലിയ യൂണിറ്റ് ഇട്ടേ ചെയ്യാവൂ. പിന്നെ നമുക്ക് നോക്കിക്കേ, സ്പീഡ് 54 കിലോമീറ്റർ പെർ അവർ, അത് വലിയ യൂണിറ്റിലല്ലേ? അതുകൊണ്ട് അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യവും ഇല്ല. സമയം 20 മിനിറ്റ് ആണ് അല്ലേ? അപ്പൊ 20 മിനിറ്റ് ഇട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് വേണം? മിനിറ്റിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം. 20 മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്തിനാണ് മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമുക്ക് കിട്ടേണ്ടുന്ന ആൻസർ കിലോമീറ്ററിലാണ്, വലിയ യൂണിറ്റിലാണ് കിട്ടേണ്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന സമയവും എന്തായിരിക്കണം? വലിയ യൂണിറ്റിലായിരിക്കണം. അപ്പൊ 20 മിനിറ്റിനെ നമുക്ക് എങ്ങനെ മണിക്കൂറിലോട്ട് മാറ്റാം? മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാനായിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റിലോട്ട് മാറ്റുകയാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്താ അവിടെ വരുന്നത്? ഡിവിഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 20 ഡിവൈഡഡ് ബൈ 60 എന്ന് കിട്ടും. അതിനെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി എഴുതാം. 0 ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 1, ഇവിടെ 3, അതായത് 1/3 അവർ എന്നാക്കാം. അതല്ലെങ്കിൽ 20/3 മണിക്കൂർ എന്നിട്ടും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ ചെയ്ത കൺവേർഷൻ ഓർത്ത് വെച്ചേക്കണം. ഇവിടെ സമയം മിനിറ്റ് ആയിരുന്നു നമുക്ക് തന്നിരുന്നത്. മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്തു. മിനിറ്റിനെ മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് നമ്മൾ 1/3 അവർ എന്ന് എടുത്തു വെച്ചത്. ഇനി നമുക്ക് വേണ്ടുന്ന ഡേറ്റ എല്ലാം ആയില്ലേ? ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 54. സമയം എത്രയാണ്? 1/3 എഴുതാവൂ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 3s are 3, റിമൈൻഡർ എത്ര വന്നു? 2 വന്നു. 8 3s are 24. ആൻസർ എത്ര വരും? 18 കിലോമീറ്റർ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 18 കിലോമീറ്റർ. ഓർത്തു വെക്കേണ്ടുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എപ്പോഴും സെയിം യൂണിറ്റിൽ ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഡിഫറൻറ്റ് യൂണിറ്റ് വരികയോ അതല്ല മിനിറ്റിലൊക്കെ വരികയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുക്കണം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. ഇവിടെ തന്നെയാണ്
കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ നമ്മൾ 18ൽ 5 കൊണ്ട് ഗുണിക്കുന്ന കൺസെപ്റ്റും ഇവിടെ നമ്മൾ ഓർത്തു വെച്ചേക്കണം. അതുപോലെ മീറ്റർ പെർ സെക്കൻഡിനെയാണ് കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റേണ്ടതെങ്കിൽ അതിൽ തിരിച്ചിട്ടങ്ങ് എഴുതിയാൽ മതി, 5ൽ 18 കൊണ്ട് ഗുണിച്ചാൽ മതി. ഈ ഒരു ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്നത്. ഇവിടെ നമുക്ക് കൺവേർഷൻ ഒന്നും ഇല്ലായിരുന്നു, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ടൊന്നും മാറ്റാനായിട്ട് ഇല്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് എന്തേ ഉള്ളായിരുന്നു, ഈ മിനിറ്റിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് മണിക്കൂറാക്കി മാറ്റാനേ ഉള്ളായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 36, 34, 30, 28, 24. What number should come next in the series? അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു നമ്പർ സീരീസ് ആണ് അല്ലേ, ഒരു നമ്പർ സീരീസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ നമ്പർ സീരീസിൽ അടുത്ത വരുന്ന നമ്പർ ഏത്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നെക്സ്റ്റ് നമ്പർ ഇവിടെ നമുക്ക് ഈ പാറ്റേൺ ഒന്ന് എടുത്തെഴുതി നോക്കാം. 36, 34, 30, 28, 24 ഡാഷ്. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യന്. അപ്പൊ ഇതൊരു സീരീസ് ആണ്, നമ്പർ സീരീസ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഏത് പാറ്റേണിലാണ് പോയേക്കുന്നത് എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. കുറഞ്ഞു പോയേക്കാണ് അല്ലേ. ആദ്യം ഈ പാറ്റേൺ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് ഡിക്രീസ് ചെയ്ത് പോയേക്കുവാണ്. അപ്പൊ ഒരുപോലാണോ ഡിക്രീസ് ചെയ്ത് പോയേക്കുന്നത്, അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് നോക്കാനായിട്ട് ഒരു സീരീസ് തന്നാൽ ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുന്നത് എന്താണ്, ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കും അല്ലേ. അപ്പൊ 36 34ആയി. 36 34ആയെങ്കിൽ എന്ത് ചെയ്തു, 2 അവിടെ കുറഞ്ഞു. അടുത്ത എന്താണ്, 34 30ആയി. 34 30ആയെങ്കിൽ അവിടെ എത്ര കുറഞ്ഞു, 4 കുറഞ്ഞു. അടുത്തത് 30 28ആയി. എത്ര കുറഞ്ഞു, 2 കുറഞ്ഞു. അടുത്തത് 28 24ആയി, 4 കുറഞ്ഞു. ഇപ്പൊ തന്നെ നമുക്കൊരു പാറ്റേൺ അവിടെ കിട്ടി. ആദ്യം 2 മൈനസ് ചെയ്തു, പിന്നെ 4 മൈനസ് ചെയ്തു, പിന്നീട് വീണ്ടും 2 മൈനസ് ചെയ്തു, പിന്നീട് 4 മൈനസ് ചെയ്തു. ഉറപ്പായിട്ടും അടുത്ത് എത്ര മൈനസ് ചെയ്യണം, 2 ആണ് മൈനസ് ചെയ്യേണ്ടത്. അതായത് 24ൽ നിന്ന് 2 മൈനസ് ചെയ്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 22 വരും. അപ്പൊ ആൻസർ 22. നെക്സ്റ്റ്, fill in the blanks with suitable pattern given below. താഴെ തന്നിരിക്കുന്ന പാറ്റേണിലെ അടുത്ത നെക്സ്റ്റ് വരുന്ന നെക്സ്റ്റ് വരുന്ന പാറ്റേൺ ഏതാണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നോക്കി ഏത് ആൽഫബറ്റിക്കൽ സീരീസ് ആ തന്നേക്കുന്നത് അല്ലേ. QAR, RAS, SAT, TAU. അപ്പൊ പല രീതിയിൽ നമ്മൾ സൊല്യൂഷൻ നോക്കും. ആദ്യം ഫസ്റ്റ് ലെറ്ററിന് ഒരു പാറ്റേൺ ഉണ്ട്, സെക്കൻഡ് ലെറ്ററിന് ഒരു പാറ്റേൺ ഉണ്ടോ, തേർഡ് ലെറ്ററിന് പാറ്റേൺ ഉണ്ടോ, അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ പോയേക്കുന്നത് എന്നൊക്കെ നോക്കാം അല്ലേ. നമ്മൾ നോക്കുമ്പം ഇവിടെ Q കഴിഞ്ഞ് R കഴിഞ്ഞിട്ട് S കഴിഞ്ഞ് T. ഒരു ഓർഡറിലല്ലേ പോയേക്കുന്നത്, ഇങ്ങനല്ലേ നമുക്ക് തന്നേക്കുന്നത്. QAR, RAS, SAT, TAU. ഇങ്ങനെയാണ് നമ്മുടെ സീരീസ് തന്നേക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെറ്ററിന്റെ മാത്രം നോക്കുമ്പം Q കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ലെറ്റർ ആണ് ഇത് R. QR, S, T. അങ്ങനെയെങ്കിൽ അടുത്ത ഏതായിരിക്കും, U ആയിരിക്കും അല്ലേ. പെട്ടെന്ന് കിട്ടിയില്ലേ അത്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെറ്റർ നോക്കാം. നോക്കുമ്പോ എല്ലാം എന്താ തന്നേക്കുന്നേ, A യാ തന്നേക്കുന്നേ. U, A എന്ന് കിട്ടിയല്ലേ. U, A. അടുത്തതോ R, S, T, U, V. ഇങ്ങനല്ലേ തന്നേക്കുന്നേ. U, R, S, T, U. അടുത്ത ഏത് വരണം, V വരണം. അപ്പൊ നമുക്ക് കിട്ടി U, A, V. നോക്കിക്കേ, ഇവിടെ ആൻസർ ഇല്ലേ, U, A, V. U, A, T യും ഉണ്ട്, U, A, V യും ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ 2 ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ അടുത്ത നോക്കിയാൽ മതി ആ 2 ഏതാണ്. U, A, V ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, if 8% of a number is 216, what is that number? അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം നല്ലതുപോലെ മനസ്സിലാക്കണം. 8% of a number is 216 എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. ഏതോ ഒരു നമ്പറിന്റെ 8% 216. ക്വസ്റ്റ്യൻ പിടി കിട്ടിയോ. if
8% ഓഫ് എ നമ്പർ ഈസ് 216 എന്നാ തന്നേക്കുന്നത്. അപ്പൊ എന്താ അവിടെ മനസ്സിലാക്കേണ്ടത്? ഏതോ ഒരു നമ്പറിന്റെ 8% ആണ് 216. വാട്ട് ഈസ് ദാറ്റ് നമ്പർ എങ്കിൽ ആ നമ്പർ ഏതാണ്? ഇതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. അതായത് യഥാർത്ഥ നമ്പർ നമുക്ക് അറിയത്തില്ല, ആ നമ്പർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണെന്ന്. 8% ഓഫ് എ നമ്പർ ഈസ് 216 എന്നല്ലേ പറഞ്ഞേക്കുന്നേ. 8% ഓഫ് എ നമ്പർ. അപ്പൊ 8% ഓഫ് എ നമ്പർ എന്ന് പറയുന്ന ഈ നമ്പർ നമുക്ക് അറിയത്തില്ലല്ലോ. 8% ഓഫ് എ നമ്പറിന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കാം? എക്സ് ഇട്ട് കൊടുക്കാം. 8% ഓഫ് എ നമ്പർ, ഏതോ ഒരു നമ്പറിന്റെ 8% ആണ് ഏതെന്ന് പറയുന്നത് 216. ഇങ്ങനല്ലേ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദാറ്റ് നമ്പർ? ദാറ്റ് നമ്പർ, ആ നമ്പർ ഏതാ നമ്മൾ എടുത്തു വെച്ചേക്കുന്നേ? എക്സ് ആണല്ലേ. എക്സ് ഏതാണ് എന്നാ കണ്ടുപിടിക്കേണ്ടത്. ഇനി 8% എന്ന് പറയുമ്പം പെർസെൻറ്റേജിന്റെ സൈൻ മാറ്റാൻ വേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഏതാണ്? ബൈ 100 ആണ്. പെർസെൻറ്റേജ് എവിടെ കണ്ടാലും പെർസെൻറ്റേജ് മാറ്റാനായിട്ട് നമ്മൾ ഏത് ഉപയോഗിക്കാം? 100 ഉപയോഗിക്കാം അല്ലെ. 8/100. 8/100 ഓഫ് എക്സ്, അല്ലെങ്കിൽ ഏതോ ഒരു നമ്പറിന്റെ എക്സിന്റെ 8/100 ആണ് ഏതെന്ന് പറയുന്നത് 216. ഏതോ ഒരു നമ്പറിന്റെ 8% 216. അപ്പൊ നമ്മൾ എങ്ങനെ എടുത്തു? 8/100 ഇൻറ്റു എക്സ് ഇസിക്കൽ ടു എത്രയാണ്? 216. എങ്കിൽ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇസിക്കൽ ടു 216. ഇതിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം. 8/100 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അത് എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും അല്ലെ. അതിന് പകരം നമ്മൾ എന്തെടുത്ത് എഴുതിയാൽ മതി? ഇതിന്റെ റെസിപ്രോക്കല് എടുത്തെഴുതിയാൽ മതി. 216 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 8. അപ്പൊ 8/100 ഇൻറ്റു എക്സ് ഇസിക്കൽ ടു 216 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. എക്സ് ആണ്. എക്സിന്റെ വാല്യൂ എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. അതുകൊണ്ട് എക്സിനെ അവിടെ ഇട്ടിട്ട് എക്സിന്റെ കൂടെയുള്ള 8/100 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഇൻറ്റു ചിഹ്നം ഡിവിഷൻ ആയിട്ടാണ് മാറേണ്ടുന്നത്. പകരം എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ അങ്ങ് എടുത്തെഴുതിയാൽ മതി അല്ലെ. ഇൻറ്റു ഡിവിഷൻ ആകുന്നതിന് പകരം ഇവിടെ കൊണ്ടുപോയി ഡിവിഷൻ എഴുതാതെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് 100/8 എന്നങ്ങ് എടുത്തെഴുതിയാൽ മതി. ഇനി നമുക്ക് നോക്കാം, ക്യാൻസൽ ചെയ്യാം. 8 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം, അതല്ലെങ്കിൽ 2 വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് പോയാലും മതി. 1 8 8 അല്ലെ. ഇവിടെ 2 8 16. ബാക്കി റിമൈൻഡർ എത്ര ഉണ്ട്? 2 8 16. ബാക്കി 5 ആണ് റിമൈൻഡർ വരുന്നത്. ഇത് 56 ആയിട്ട് മാറും. 7 8 56 എന്ന് കിട്ടും അല്ലെ. ഇപ്പൊ 27 ഇൻറ്റു 100 എന്ന് പറയുന്നത് 2700. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇങ്ങനെയാണിത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പൊ 8% ഏതോ ഒരു നമ്പറിന്റെ 8% 216 ആണ് എങ്കിൽ ആ നമ്പർ ഏതാണ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് 8%, എക്സിന്റെ 8% 216. ആ നമ്പർ നമ്മൾ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. പെർസെൻറ്റേജിന്റെ സൈൻ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 8% എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? 8/100 എന്ന് എഴുതാം. 8/100 ഇൻറ്റു എക്സ് സമം 216. അതിൽ നിന്ന് എക്സ് സോൾവ് ചെയ്തെടുത്തു. അതല്ല, ഇതിലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഷോർട്ട് കട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കണം, ഏതൊരു വസ്തുവിന്റെയും ടോട്ടൽ വാല്യൂ പെർസെൻറ്റേജിൽ പറഞ്ഞാൽ അത് 100% ആയിരിക്കും. ഏതൊരു വസ്തുവിന്റെയും ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 100% ആയിരിക്കും. എൻ്റെ കയ്യിൽ ഒരു പേനയുണ്ട്. പേനയുടെ വില 5 രൂപ എന്ന് പറഞ്ഞാൽ ആ പേനയുടെ എത്ര ശതമാനം വിലയാത്? 100% വിലയാണ്. ആ പേനയുടെ 100% വിലയാണ് 5 രൂപ. ഒരു മിഠായിക്ക് 1 രൂപ എന്ന് പറഞ്ഞാൽ ആ 1 രൂപ എന്ന് പറയുന്നത് ആ മിഠായിയുടെ 100% വിലയായിരിക്കും. അങ്ങനെ ചിന്തിച്ചാൽ ഏതോ ഒരു നമ്പറിന്റെ 8% 216.
എങ്കിൽ ആ നമ്പർ എത്ര? ആ നമ്പർ എപ്പോഴും എത്ര ആയിരിക്കും? 100% അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 100% എത്ര? അപ്പൊ ഇത് നേരെ ചെയ്യുന്നവര് അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഷോർട്ടിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ ഏതോ ഒരു നമ്പറിന്റെ 8% 216 ആണ് എങ്കിൽ ആ നമ്പർ എപ്പോഴും എത്ര ശതമാനമായിരിക്കും? 100% ഇനി നമുക്ക് ക്രോസ് ചെയ്താൽ മതി. 216 × 100 = നമുക്ക് എത്ര കിട്ടും? 8 ഇൻറ്റു ഈ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, അത് നമ്മൾ എക്സ് എന്ന് ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഇട്ട് കൊടുക്കും. എങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 216 × 100 ഈ ഇവിടെ കിടക്കുന്ന 8 എക്സിന്റെ കൂടെ ഗുണിച്ചേക്കാണ്. അത് ഇവിടെ വരുമ്പോ എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും. അത് തന്നെയല്ലേ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. അത് എത്രയാ വരുന്നത്? 2700. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഇതിന്റെ ഒരു ഷോർട്ട് കട്ട് മാത്രമാണ്. നേരെ ചെയ്യുവാണെങ്കിൽ അത് ചെയ്താൽ മതി. എളുപ്പം ചെയ്യുന്നവര് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. When looking through the mirror, the time on the clock is 10:20. Then what is the actual time? When looking through a mirror, ഒരു മിററിലൂടെ നോക്കുമ്പോൾ 10:20 കാണിക്കുന്ന ഒരു 10:20 എന്ന ആ പ്രതിബിംബത്തിൽ മിററിൽ കാണിക്കുന്ന 10:20 എന്ന് പറയുന്ന ക്ലോക്കിലെ സമയത്തിന്റെ യഥാർത്ഥ സമയം എത്ര? അതായത് ഒരു പ്രതിബിംബത്തിലെ സമയമാണ് തന്നേക്കുന്നത് 10:20 എന്ന്. എങ്കിൽ യഥാർത്ഥ സമയം എത്ര? തിരിച്ചും ചോദിക്കാലോ. 10:20 ആകുമ്പോൾ തിരിച്ചും ചോദിക്കാം പ്രതിബിംബത്തിലെ സമയം എത്ര. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് when looking through the mirror, ഒരു മിററിൽ നോക്കുമ്പോൾ the time on the clock is, ക്ലോക്കിലെ സമയം എങ്ങനെയാ കാണുന്നത്? കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ഒരു ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 10:20 ആണ്. കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ഒരു ക്ലോക്കിലെ സമയം 10:20 ആയിട്ടാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥ സമയം എത്രയായിരിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. നമ്മള് ക്ലോക്കിൽ ഇങ്ങനെ പ്രതിബിംബത്തിലെ സമയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. 11:60 നിന്ന് തന്നിരിക്കുന്ന സമയം കുറച്ചാൽ മതി. നമുക്ക് കുറച്ച് നോക്കാം. 6 ന്ന് 2 കുറച്ചു 4. ഇവിടെ എത്ര വന്നു? 1:40. 1:40 ഇവിടെ ഉണ്ടല്ലോ. പെട്ടെന്ന് കയറി 11:40 എഴുതരുത്. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രതിബിംബത്തിലെ സമയം കാണാനായിട്ട് തരുന്നത് 11 മണി വരെ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ 11:60 നിന്ന് കുറച്ചാൽ മതി. ഇനി സമയം 11-ൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ കുറയ്ക്കേണ്ടുന്നത് 23:60 നിന്നാണ്. അപ്പൊ തന്നിരിക്കുന്ന സമയം 11 മണി വരെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 11:60 നിന്ന് കുറയ്ക്കാം. എന്നാൽ തന്നിരിക്കുന്ന സമയം 11-ൽ കൂടുതലാണെങ്കിലോ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടുന്നത്. ഇനി ചില സമയത്ത് മണിക്കൂറുകൾ മാത്രം തരും. എന്ന് പറഞ്ഞാൽ 4 മണിയാകുന്ന സമയത്ത് പ്രതിബിംബത്തിലെ സമയം എത്ര, അല്ലെങ്കിൽ 5 മണിയാകുന്ന സമയത്ത് പ്രതിബിംബത്തിലെ സമയം എത്ര, ഇങ്ങനെ തരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് 12-ൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടുന്നത്. ഈ ഇത്രയും കാറ്റഗറി ഒന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പൊ നമുക്ക് 11 മണി വരെയാണെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കുക. 11-ൽ കൂടുതലായിട്ടുള്ള സമയമാണ് തരുന്നതെങ്കിൽ 23:60 നിന്നാണ് കുറയ്ക്കേണ്ടുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് തരുന്നതെങ്കിൽ 12-ൽ നിന്ന് കുറച്ചാൽ മതി. അത് 11:60 നിന്ന് കുറച്ചാലും നമുക്ക് കിട്ടും. എന്നാലും ഈസിയാണ്. ഏതാ 4 മണിയാവുന്ന സമയത്ത് പ്രതിബിംബത്തിലെ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി? 12 - 4 അങ്ങ് ചെയ്താൽ മതി. 8 മണിന്ന് കിട്ടും. അതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ വരുന്ന ഏതാണ്? 1:40 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Suman bought 10 pencils for ₹50 and sold them for 60 എന്നാണ്. അത് 10 pencils for 60 എന്നാണ്. and sold them for 60. അതായത് അത്രയും പെൻസിലും മൊത്തത്തിൽ എത്ര കിട്ടും? 60 rupeesനാണ് വിറ്റത്. വാട്ട് ഈസ് ദ ഗെയിൻ ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്? അപ്പൊ സുമൻ 10 പെൻസില് 50 രൂപയ്ക്ക് വാങ്ങി. 10 പെൻസില് ഇങ്ങനെയാണ്. 10 പെൻസില് 50 രൂപയ്ക്ക് വാങ്ങിയിട്ട് അത്രയും തന്നെ പെൻസില് 60 രൂപയ്ക്കാണ് വിറ്റത്. ഈ ക്വസ്റ്റ്യൻ എഴുതിനകത്തൊരു മിസ്റ്റേക്ക് വന്നതാണ്. 10 പെൻസില് 50 രൂപയ്ക്ക് വാങ്ങി. ഈ 10 പെൻസില് 60 രൂപയ്ക്ക് വിറ്റു. വാട്ട് ഈസ് ദ ഗെയിൻ ഇൻ ടേംസ് ഓഫ്
പെർസെൻറ്റേജ്. അവന് കിട്ടിയത് നമ്മൾ എന്താക്കണം, അവന് കിട്ടിയത് ഗെയിൻ അല്ലേ പ്രോഫിറ്റ് അല്ലേ, അത് എത്ര പെർസെൻറ്റേജ് ആണ് എന്നാ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മള് എണ്ണം രണ്ട് സെയിം അല്ലേ, എണ്ണത്തിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിൽ പറഞ്ഞേ 50 രൂപയ്ക്ക് വാങ്ങിയത് 60 രൂപയ്ക്ക് വിറ്റു. 10 പെൻസിൽ 50 രൂപയ്ക്ക്, വേണമെങ്കിൽ ഒരു പെൻസിൽ 5 രൂപയ്ക്കിനടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നവരും ഉണ്ട്. അതുപോലെ ഒരു പെൻസിൽ 6 രൂപയ്ക്ക് വിറ്റു എന്ന് അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരുമിച്ച് അങ്ങ് എടുത്താൽ മതി, പിന്നീട് അതിനകത്ത് സെപ്പറേഷന് പോകണ്ട. അതായത് നമ്മൾ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞേ, സുമന് 50 രൂപയ്ക്ക് പെൻസിൽ വാങ്ങിയിട്ട് 60 രൂപയ്ക്ക് വിറ്റു. 10 പെൻസിൽ 50 രൂപയ്ക്ക് വാങ്ങി 10 പെൻസിൽ 60 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ അവന് ഗെയിൻ അല്ലേ ഉള്ളത്, അതായത് അവന് ലാഭം അല്ലേ ഉള്ളത്. എത്ര രൂപ ലാഭമുണ്ട്, എത്ര രൂപ മൊത്ത കച്ചവടത്തിൽ ലാഭം കിട്ടി, 10 രൂപ ലാഭം കിട്ടി അല്ലേ. 10 രൂപയാണ് അവന് നേട്ടം ഉണ്ടായത്. എന്നാൽ അതിന്റെ പെർസെൻറ്റേജ് എത്ര? എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്നത് എങ്ങനെയാ, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇതിന്റെ യഥാർത്ഥ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് നമുക്ക് എന്ത് കാണുന്നത്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ്. എത്ര രൂപയാണോ നമുക്ക് അധികം കിട്ടിയത് അതേ ഡിവൈഡഡ് ബൈ ഛേദത്തിൽ എന്തേ എഴുതാവൂ, ആദ്യത്തെ വില, അതിന്റെ യഥാർത്ഥ വില എഴുതാവൂ. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഗെയിൻ പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ സുമന് എന്താണുള്ളത്, ഗെയിനാ ഉള്ളതെന്ന് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട് അല്ലെ, ലാഭമാണുള്ളത് എന്ന് ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ലാഭശതമാനം. എങ്ങനെ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ടത്, ലാഭം ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില, ലാഭം ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില ഇൻറ്റു 100 ചെയ്താൽ മതി. ലാഭം ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില ഇൻറ്റു 100. യഥാർത്ഥ വില എന്ന് പറയുന്നത് വിറ്റ വിലയല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ എത്ര രൂപയാണ് ലാഭം കിട്ടിയത്, 10 രൂപയാണ് ലാഭം കിട്ടിയത്. ആദ്യത്തെ വില എത്രയായിരുന്നു, കോസ്റ്റ് പ്രൈസ് 50 രൂപയാണ് മുടക്കിയത്. പെർസെൻറ്റേജ് എപ്പോ കാണുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 100 ഇട്ട് കൊടുക്കും അല്ലേ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടുന്നത് 10 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. നമുക്ക് ക്യാൻസൽ ചെയ്യാം. 50 2 100 എത്രയാണ് പെർസെൻറ്റേജ്, ഗെയിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20%. ഓർത്ത് വെക്കേണ്ടുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എങ്ങനെയാണ് ലാഭം കണ്ടുപിടിക്കുന്നത്, ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടമാണെങ്കിലും ഇതുപോലെ തന്നെ നഷ്ടം ഡിവൈഡഡ് ബൈ, അതായത് ലോസ് ഡിവൈഡഡ് ബൈ യഥാർത്ഥ വില ഇൻറ്റു 100. വിറ്റ വില എഴുതരുത് എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. എപ്പോഴും താഴെ വരുന്ന ഏതാണ്, CP ആണ് വരുന്നത്, കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വിലയാണ് വരുന്നത്. ഇത്രയൊന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 20%.